Hello everyone, welcome back to our channel NCRT Malayalam. NCRT Class 8 Civics Chapter 1, the Indian Constitution, final part, that is part 4. Already we have discussed key features of Indian Constitution. So this is the fourth key feature of Indian Constitution, that are the fundamental rights. അതായത് നമ്മുടെ അവകാശങ്ങൾ അല്ലേ. The section on fundamental rights has often been referred to as the conscience of the Indian Constitution. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു കോൺസൈൻസ് ആണ്, അതായത് ഉള്ളിൽ നിന്ന് ഉള്ളൊരു സാധനമാണ്. The colonial rule had created a certain suspicion of the state in the minds of the nationalists, and they wanted to ensure that a set of written rights would guard against the misuse of the state power in independent India. അപ്പോൾ കൊളോണിയൽ റൂള് എല്ലാ സ്ഥലത്തും എന്ത് ചെയ്തു, ഒരു മാതിരി സസ്പീഷ്യൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് നാഷണലിസ്റ്റും അപ്പോൾ അതുപോലത്തെ ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു സ്റ്റേറ്റിന് മാത്രം ഒരു പവർ മിസ്യൂസ് ചെയ്യാൻ പറ്റില്ല, എല്ലാവരും ആരാണ്, ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലാണുള്ളത്, അപ്പോൾ എല്ലാവരെയും ഗാർഡ് ചെയ്യാൻ, എല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിട്ടേൺ റൈറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ റിട്ടേൺ റൈറ്റ്സ് എന്നൊക്കെ നോക്കാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ദെർഫോർ പ്രൊട്ടക്ട് സിറ്റീസൺ അഗെയിൻസ്റ്റ് ദി ആർബിറ്ററി ആൻഡ് അബ്സല്യൂട്ട് എക്സസൈസ് ഓഫ് പവർ ബൈ ദ സ്റ്റേറ്റ്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മനുഷ്യാവകാശം എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ ഇന്ത്യൻ സിറ്റീസിനെ ഓരോ വേണ്ടാത്ത, അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ വേണ്ടാത്ത അമിതമായിട്ടുള്ള ഓരോ പവറിൽ നിന്നൊക്കെ ആര് രക്ഷിക്കും, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദസ് ഗ്യാരണ്ടീസ് ദ റൈറ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽസ് അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് ആസ് വെൽ ആസ് അഗെയിൻസ്റ്റ് അതർ ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഈ പറയുന്ന റൈറ്റ്സ് എല്ലാം ഇൻഡിവിജ്വൽസിനെ സ്റ്റേറ്റിൽ നിന്നും അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഡിവിജ്വൽസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. Moreover, various minority communities also expressed the need for the constitution to include the rights that would protect their groups. അതുപോലെ തന്നെ ഒരുപാട് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് അല്ലേ, അതായത് നമ്മുടെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള മുസ്ലിംസ്, അതുപോലെ തന്നെ നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് പോലത്തെ മൈനർ കമ്മ്യൂണിറ്റീസൊക്കെ എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷനോട് ഇങ്ങനെ അപേക്ഷിച്ചു, അവർക്കും അവരുടെ ഗ്രൂപ്പ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അവകാശവും കാര്യങ്ങളൊക്കെ വേണമെന്ന്. അപ്പോൾ ദ കോൺസ്റ്റിറ്റ്യൂഷൻ therefore also guarantees the rights of the minorities against the majority. As Dr. Ambedkar had said about the fundamental rights, their objects is twofold. അപ്പോൾ ഈ മൈനോറിറ്റീസിന് എതിരെയുള്ള, മൈനോറിറ്റീസിന് സപ്പോർട്ടീവായിട്ടുള്ള റൈറ്റ്സ് എല്ലാം കോൺസ്റ്റിറ്റ്യൂഷന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എഗെയിൻസ്റ്റ് മെജോറിറ്റി അല്ലേ, നമ്മൾ മുന്നത്തെ സ്റ്റോറീസിലെല്ലാം പറഞ്ഞു, ഫുട്ബോൾ, അതുപോലെ തന്നെ വോളിബോൾ, പിന്നെ ഒരു ക്രിക്കറ്റ് സ്റ്റോറീസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാർട്ടൂണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ മെജോറിറ്റി ആയുള്ള ആൾക്കാരുടെ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. മൈനോറിറ്റീസ് ആർ ഓഫൺ, അവരെന്താണ്, അവരെ എപ്പോഴും സപ്രസ്ഡ് ആണല്ലേ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന് മൈനോറിറ്റീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എഗെയിൻസ്റ്റ് മെജോറിറ്റീസിൻ്റെ റൂളെല്ലാം ഉണ്ട്. അപ്പോൾ അംബേദ്കറിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ടു ഫോൾഡ് ആയിരുന്നു. ഏതൊക്കെയാണ് ടു ഫോൾഡ് നോക്കാം. അതായത് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഇസ് ദാറ്റ് എവറി സിറ്റീസൺ മസ്റ്റ് ബി ഇൻ പൊസിഷൻ ടു ക്ലെയിം ദോസ് റൈറ്റ്സ്. അതായത് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എല്ലാ സിറ്റീസൻസിനും അവരുടെ റൈറ്റ്സ്, അതായത് അവരുടെ അവകാശങ്ങളെ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവകാശം അല്ലെങ്കിൽ പൊസിഷൻ. സെക്കൻഡ് വൺ ഈസ് These rights must be binding upon every authority that has got the power to make laws. അപ്പോൾ ഈ റൈറ്റുകളെല്ലാവരും ഓരോ അതോറിറ്റിക്ക് ബൈൻഡഡ് ആണ്, അല്ലെങ്കിൽ ഓരോ അതോറിറ്റിക്ക് ഇങ്ങനെ ഊന്നി പറഞ്ഞതാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇൻ അഡീഷൻ ടു ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾസോ ഹാസ് എ സെക്ഷൻ കോൾഡ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ് പോളിസി. ഇത് കൂടാതെ തന്നെ, അല്ലെങ്കിൽ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കൂടാതെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷന് വേറൊരു മേഖലയുണ്ട്, അതിനെയാണ് നമ്മൾ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്ഷൻ എൻഷുർ greater social and economic reforms and to serve as a guide to independent state to institute laws and policies that help to reduce poverty of the masses. അപ്പോൾ ഈ സെക്ഷൻ, അതായത് നമ്മുടെ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസിയുടെ മെമ്പേഴ്സ് ഒക്കെ ആരായിരിക്കും, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സ് ആയിരിക്കും. ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സോഷ്യൽ ആൻഡ് എക്കണോമിക് റിഫോംസ്, അതായത് സാമ്പത്തിക നവോത്ഥാനങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ വന്നിട്ട് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റിൽ ഓരോ ലോസും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്തിട്ട് നമ്മളെ ഓരോ പോളിസീസ് എല്ലാം ഉണ്ടാക്കിയിട്ട് ഇവിടുത്തെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിൻ്റെ, അതായത് മാസസിൻ്റെ പോവേർട്ടി കുറയ്ക്കുകയാണ് ആര് ചെയ്യുന്നത്, നമ്മൾ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി. അപ്പോൾ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി ഈസ് അനദർ form of അല്ലെങ്കിൽ another section of Indian Constitution which helps to reduce the poverty of the masses. The members of this directive principles of state as policy
are run by the members of the Constituent Assembly. That is the example നോക്കുകയാണെങ്കിൽ നമ്മുടെ നിയമസഭയിലുള്ള ആൾക്കാരെ പോലത്തെ ആൾക്കാരാണ് ഓരോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് നയിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ബോക്സിലാണ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡ്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ റൈറ്റ്സ് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ഈസ് ദി റൈറ്റ് ടു ഇക്വാലിറ്റി, അതായത് നമ്മുടെ തുല്യ അവകാശത്തിൻ്റെ ഇക്വാലിറ്റി. അതായത് ഓൾ പേഴ്സൺസ് ആർ ഈക്വൽ ബിഫോർ ദ ലോ. ദിസ് മീൻസ് ദാറ്റ് ഓൾ പേഴ്സൺസ് ഷാൾ ബി ഈക്വലി പ്രൊട്ടക്റ്റഡ് ബൈ ദ ലോസ് ഓഫ് ദ കൺട്രി. ഇറ്റ് ഓൾസോ സ്റ്റേറ്റ്സ് ദാറ്റ് നോ സിറ്റിസൻസ് ക്യാൻ ബി ഡിസ്ക്രിമിനേറ്റഡ് അഗെയിൻസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദ റിലീജിയൻ, കാസ്റ്റ് ഓർ സെക്സ്. അപ്പോൾ ഈ റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ പറഞ്ഞത് എല്ലാവരും നിയമത്തിന് തുല്യരാണ് അല്ലേ. എന്ത് നിയമം തെറ്റിച്ചാലും എല്ലാവർക്കും ഒരേ ശിക്ഷയായിരിക്കും ഉണ്ടാവുക. അതായത് എല്ലാ പേഴ്സൺസും അവരുടെ കൺട്രിയിലെ ലോസ് ആയിട്ട് പ്രൊട്ടക്റ്റഡ് ആണ്. ഇത് വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ ഒരാളും വേറൊരു രീതിയിൽ ഡിസ്ക്രിമിനേറ്റഡ് ആവാൻ പാടില്ല അല്ലേ. അതായത് അവരെ മാറ്റി നിർത്താൻ പറ്റില്ല. എന്തിൻ്റെ ബേസിസിൽ, ഒരു മതത്തിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ ഒരു ജാതി മത അല്ലെങ്കിൽ ഒരു ജെൻഡർ വ്യവസ്ഥയിലോ മാറ്റി നിർത്താൻ പറ്റില്ല. എവറി പേഴ്സൺ ഹാസ് ആക്സസ് ടു ഓൾ പബ്ലിക് പ്ലേസസ് ഇൻക്ലൂഡിംഗ് ദ പ്ലേ ഗ്രൗണ്ട്സ്, ഹോട്ടൽസ്, ഷോപ്സ് എക്സെട്ര. ദ സ്റ്റേറ്റ് cannot discriminate against anyone in matters of the employment, but there was exceptions to that that you will read in the later in this book. This practice of untouchability has also been abolished. അപ്പോൾ എല്ലാവർക്കും എല്ലാ പബ്ലിക് പ്ലേസിലും ആക്സസ് ഉണ്ട് അല്ലേ. അതായത് പ്ലേ ഗ്രൗണ്ട്സ്, പാർക്ക്, ഹോട്ടൽസ്, ഷോപ്സ്, ബാങ്കുകൾ, അങ്ങനത്തെ ഒരുപാട് സ്ഥലത്തേക്ക് പബ്ലിക്കിന് ആക്സസ് ഉണ്ട്, എല്ലാവർക്കും അവകാശമുണ്ട്. അപ്പോൾ സ്റ്റേറ്റിന് ഒരു തരത്തിലും എംപ്ലോയ്മെൻറ്റിലെ നമ്മുടെ തൊഴിലുള്ള അവസരത്തിലൊന്നും ഒരു കാര്യത്തിലും ഡിസ്ക്രിമിനേഷൻ പാടില്ല. അപ്പോൾ അൺടച്ചബിലിറ്റി, അതായത് തൊട്ട് തീണ്ടായ്മ അല്ലേ, പണ്ടത്തെ കാലത്തുള്ളായിരുന്ന ജന്മി അതുപോലെ തന്നെ അടിയൻ വ്യവസ്ഥകളിൽ നിന്നൊക്കെ ഒരു മാറ്റം, അൺടച്ചബിലിറ്റി എല്ലാം എന്ത് ചെയ്തു, അബോളിഷ് ചെയ്തു, അതായത് മാറ്റി. റൈറ്റ് ടു ഈക്വാലിറ്റി എന്നുള്ളൊരു ഇത് പണ്ടെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഈ അമ്പലത്തിലേക്കൊക്കെ മുതിർന്ന ജാതിക്കാരായിരുന്നു അമ്പലത്തിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. താഴ്ന്ന ജാതിക്കാർക്ക് അമ്പലത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും പബ്ലിക് പ്ലേസിലേക്ക് പോകാനുള്ള അനുമതിയാണ് നമ്മുടെ റൈറ്റ് ടു ഈക്വാലിറ്റി സ്റ്റേറ്റ് ചെയ്യുന്നത്. Next is the right to freedom. This includes the right to freedom of speech and expression, right to form association, right to move freely, and right to reside in any part of the country, and right to practice any profession, occupation or business. ഇനി അടുത്ത ഫ്രീഡം ഇതിലെന്താ പറയുന്നത്? നമുക്ക് എന്തൊരു കാര്യത്തിനെ എതിർക്കാനോ അല്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അസോസിയേഷൻ ഫോം ചെയ്യാനോ എവിടെ പോകാനോ ഏത് കൺട്രിയുടെ ഏത് പാർട്ടിൽ നമുക്ക് താമസിക്കാനോ ഏതൊരു ജോലിയോ പ്രൊഫഷനോ എന്ത് കാര്യം ബിസിനസ്സോ ചെയ്യാനുള്ള അവകാശമാണ് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത്. ഇനി റൈറ്റ് ടു അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ദാറ്റ് ഈസ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രോഹിബിറ്റ്സ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഫോഴ്സ്ഡ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ അണ്ടർ 14 years of old. അപ്പോൾ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നതിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് അല്ലേ. അതായത് നമ്മുടെ ഹ്യൂമൻ ട്രാഫിക്കിങ്, മനുഷ്യനെ വേട്ടയാടുന്നത്, അതുപോലെ തന്നെ ചൈൽഡ് ലേബർ അല്ലേ, ചെറിയ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്, 14 വയസ്സ് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിനാണ് നമ്മൾ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, ദാറ്റ് ഈസ് ദ ഫോർത്ത് വൺ. Religious freedom is provided to all citizens. Every person has a right to practice, profess and propagate to religion of their choice. ഏതൊരു വ്യക്തിക്കും അവനവൻ്റെ മതം തിരഞ്ഞെടുക്കാനുള്ള അവകാശം അല്ലേ. ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ജൂതനാവട്ടെ, സിദ്ധു മതക്കാരനാവട്ടെ, അങ്ങനെ ഏത് മതവും എടുക്കാനുള്ള അവകാശത്തെയാണ് നമ്മൾ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ദി കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. അടുത്തതാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ഇനി ഇതിലെന്താ പറയുന്നത്? ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ഓൾ മൈനോറിറ്റീസ്, റിലീജിയസ് ഓർ ലിംഗ്വിസ്റ്റിക് ക്യാൻ സെറ്റ് അപ്പ് ദെയർ ഓൺ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഓർഡർ ടു പ്രിസർവ് ആൻഡ് ഡെവലപ്പ് ദെയർ ഓൺ കൾച്ചർ. അല്ലെ, ഏതൊരു മതക്കാരനും അവനവൻ്റെ മതത്തിൻ്റെ കീഴിലായിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെറ്റപ്പ് ചെയ്യാം. ഇപ്പം ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ സ്കൂള്, ഹിന്ദുസിനെ സംബന്ധിച്ചിടത്തോളം ഗ്രന്ഥാലയം, അതുപോലെ തന്നെ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം മദ്രസകൾ, അങ്ങനത്തെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റപ്പ് ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട് അല്ലേ. അതേ അവകാശങ്ങളുണ്ട്. സ്കൂളാവട്ടെ, കോളേജ് ആവട്ടെ, അങ്ങനെ എന്തും ആവട്ടെ അതിനുള്ള അവകാശമുണ്ട്. നെക്സ്റ്റ് ഈസ് ദി റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ദിസ് അലോ സിറ്റിസൻസ് ടു മൂവ് the court if they believe that any other fundamental rights have been violated by the state. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിൻ്റെ റൈറ്റ് എന്ന് പറയുമ്പോൾ മേലെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും റൈറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ, വയലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാം? സിറ്റിസൻസിന് കോടതിയിൽ പോകാം. അതിനുള്ള അവകാശമാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അപ്പോൾ ദീസ് ആർ ദ 6 റൈറ്റ്സ് ദാറ്റ് ആർ written in the Indian Constitution. For fifth key features of the Indian Constitution is the secularism. അല്ലേ, എന്താണ് സെക്യുലറിസം നമുക്ക് നോക്കാം.
A secular state is one in which the state does not officially promote any one religion as a state religion. We will read more in the following chapter. അപ്പോൾ സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റിന് ഒഫീഷ്യലി എന്ത് ചെയ്യാൻ പാടില്ല, ഒരു റിലീജിയൻ ഉണ്ടാവാൻ പാടില്ല. ആ ഒരു സ്റ്റേറ്റിൻ്റെ റിലീജിയൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റേ ഇല്ല. അതാണ് സെക്യുലറിസം എന്ന് പറയുന്നത്. യു നൗ അണ്ടർസ്റ്റാൻഡ് ദ വേസ് ഇൻ വിച്ച് എ കൺട്രീസ് ഹിസ്റ്ററി ഓഫൻ ഡിറ്റർമിൻസ് ദ കൈൻഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് എ കൺട്രി അഡോപ്റ്റ്സ് ഫോർ ഇറ്റ് സെൽഫ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്ലേസ് എ crucial role in laying out the ideals that we would like all citizens of the country to adhere to, including the representatives that we elect to rule us. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന് ഓരോ ഐഡിയൽസും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാനുള്ള റോളുണ്ട്. അതായത് എല്ലാ സിറ്റിസൻസിനും അവനവൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനെ എലക്ട് ചെയ്യാനുള്ള റോളും. Just like in the game of football, a change of constitutive rules will affect the game. അല്ലേ, ഒരു കോൺസ്റ്റിറ്റ്യൂട്ടീവ് മെമ്പറിനെ മാറ്റിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും റൂൾ മാറ്റിയാൽ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ അഫക്റ്റ് ചെയ്യും. അതുപോലെ ഫുട്ബോളിൽ ഒരു കോൺസ്റ്റിറ്റ്യൂൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും റൂൾ മാറ്റി തന്നെ ഫുട്ബോളിൻ്റെ കളിയെ മാറിപ്പോവും. Indian constitution has been amended over the years to reflect new concerns of the polity. Often a major change in the constitution means a change in the fundamental nature of the country. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് നമ്മുടെ പൊളിറ്റിക്സിൽ, അതായത് പൊളിറ്റിയിൽ പുതിയ കാര്യങ്ങളൊക്കെ അമെൻമെൻറ്റ് ചെയ്യാനുള്ള ഒരിതായിരുന്നു. അങ്ങനെ ഒരുപാട് ചേഞ്ചൊക്കെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം നമ്മുടെ കൺട്രിയിലുണ്ടായി. മെയിൻലി എന്താണ്, ഫണ്ടമെൻ്റൽ നേച്ചർ ഓഫ് ദ കൺട്രി, നമ്മുടെ കൺട്രിയുടെ അടിസ്ഥാനം തന്നെ മാറിപ്പോയി. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാവർക്കും അവകാശങ്ങളും എല്ലാം കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ രാജ്യം തന്നെ മാറിപ്പോവില്ലേ. We saw this in the case of Nepal and how it needed to adopt a new constitution after it became a democracy. ഇത് നമുക്ക് മനസ്സിലാവുന്ന നേപ്പാളിൻ്റെ കഥയാണ്. നേപ്പാളിൽ പുതിയ ഡെമോക്രസി വന്നതും നെൽസൺ മണ്ടേല അവിടെ വന്നതൊക്കെയാണ് വേറൊരു സ്റ്റോറി. The different features of the Indian constitution outlined above include complicated ideas that are often not easy to grasp. അപ്പോൾ വേറെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് പെട്ടെന്ന് കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലേ, അത് പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞ 5 ഫീച്ചേഴ്സിലാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ഫീച്ചേഴ്സ് എല്ലാം. ഇനി ഡോണ്ട് വറി too much about this for the moment. In the rest of the book as well as in higher classes you will read about the different features. ബാക്കിയുള്ള ഫീച്ചേഴ്സിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, സെക്യുലറിസം, മുന്നത്തെ ക്ലാസ്സിലെ ഫോം ഓഫ് ഗവൺമെൻറ്, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, അതുപോലെ തന്നെ ഫെഡറലിസം. അപ്പോൾ ഇതൊക്കെയാണ് 5 കീ ഫീച്ചേഴ്സ്. വൺസ് അഗെയിൻ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫെഡറലിസം, ഫോം ഓഫ് ഗവൺമെൻറ്, സെപ്പറേഷൻ ഓഫ് പവേഴ്സ് and as well as secularism. These are the 5 important key features of the Indian constitution. ഇനി ഈ റൈറ്റ് സൈഡിലുള്ള പിക്ചറിൽ പറയുന്നത്, the above photos shows various members of the Constituent Assembly signing a copy of the constitution at the final session on 24 January 1960. The first photo from the top shows the Prime Minister Pandit Jawaharlal Nehru signing. അല്ലേ, ഒന്നാമത്തെ ഫോട്ടോയിൽ ജവഹർലാൽ നെഹ്റു സൈൻ ചെയ്യുന്നതാണ് കാണുന്നത്. The second photo shows Dr. Rajendra Prasad, President of the Constituent Assembly. The last photo shows the following persons from the right to left, that is Sri Jairam Das Daulatram, Minister of the Food and Agriculture, Rajkumari Amit Kaur, Health Minister, Dr. John Mathai, Finance Minister, Sardar Vallabhbhai Patel, Deputy Prime Minister, and behind him Sri ജഗ്വാൻ റാം, ദാറ്റ് ഇസ് എ ലേബർ മിനിസ്റ്റർ. അപ്പോൾ ഇവരൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ സൈൻ ചെയ്ത്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അസംബ്ലിയിൽ നമ്മുടെ സെഷനിൽ, ഫൈനൽ സെഷനിൽ സൈൻ ചെയ്തതാണ് നമുക്ക് ഈ കാണുന്ന റൈറ്റ് സൈഡിലുള്ള ഫോട്ടോസിൽ പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ചാപ്റ്റർ. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കീ ഫീച്ചേഴ്സാണ്, സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എല്ലാമാണ്. ഓക്കെ, അപ്പോൾ ഹോപ്പ്ഫുള്ളി യു എൻജോയ്ഡ് അവർ ക്ലാസ്. സോ ദിസ് ഇസ് എ ഫൈനൽ സെഷൻ. നമ്മൾ എന്ത് ചെയ്തു, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചാപ്റ്റേഴ്സ് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ അതിനനുസരിച്ചുള്ള ഡൗട്ട്സ് ക്ലിയറൻസോ അല്ലെങ്കിൽ വേറൊരു ചാപ്റ്റർ ആണെങ്കിൽ വേറൊരു ചാപ്റ്റർ എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു എവറി വൺ. താങ്ക് യു ഓൾ. സീ യു ലേറ്റർ.